അമ്മ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സംഘടന വെറുതെ കിടന്ന് ഉരുളാദാശൻ. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ സത്യസന്ധമായിട്ട് പോകുന്നു. ഞങ്ങളെന്നും ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇരയ്ക്കൊപ്പം തന്നെയാണ്. സത്യമാണോ അംസേ? എനിക്കറിയില്ല. ഞാൻ നോക്കൂല. മാപ്പാക്കണം. എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ഉദാഹരണം, ഒരു തമാശ പറഞ്ഞതുപോലും. നമ്മളൊരു ബ്ലൗസും ലുങ്കിയൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുന്ന് അഭിനയിക്കാൻ നിൽക്കുമ്പോൾ ഈ ജയൻ ചേർത്തല, ഇതേ ജയൻ ചേർത്തലയാണ് എന്നോട് പറഞ്ഞത്, ഇത് റേപ്പ് സീനാണ് നമ്മൾ അഭിനയിക്കുന്നത്, ഇത് യഥാർത്ഥത്തിൽ നിന്നെ കണ്ട ഇപ്പോൾ റേപ്പ് ചെയ്യാൻ തോന്നുന്നു. നിങ്ങൾക്കറിയാമായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു തമാശയല്ല, ശരിക്കും ഇങ്ങനെ വലിയ തമാശക്കാരനാ. ഒരു ലൊക്കേഷനിൽ ഒരു ടെക്നിക്കൽ ഭാഗമായിട്ട് ഇത് റേപ്പ് സീനാണ് നമ്മൾ അഭിനയിക്കുന്നത്, ഇത് യഥാർത്ഥത്തിൽ നിന്നെ കണ്ട ഇപ്പോൾ റേപ്പ് ചെയ്യാൻ തോന്നുന്നു പറഞ്ഞു. ഇവൻ ഇത്ര ധൃതി പിടിച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. പേടിക്കണ്ട, പരിഹാരം ഉണ്ടാക്കാം. എന്തിനും ഏതിനും ഒരു ഷൂട്ട് നടക്കുമ്പോൾ ഒരു സീക്വൻസിൽ ഇപ്പം നമ്മൾ ഒരാളെ കാണിക്കുമ്പോൾ ഒരു പാവപ്പെട്ടവന്റെ വേഷത്തിൽ ഒരു എന്നെപ്പോലത്തെ ഒരു തടിയൻ വന്നാൽ പിള്ളേരെ ഞാൻ പീഡനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്നറിയോ? ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്യൂടാ. അത് മാച്ച് ആവില്ല ക്യാരക്ടർ എന്ന് പറയും. അപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒന്നില്ല ഡൾ ചെയ്യാം, ഇല്ലെങ്കിൽ മേക്കപ്പിൽ മാറ്റം വരുത്താം. അങ്ങനെ മാറ്റം വരുത്തി വരുമ്പോൾ ഇപ്പൊ കണ്ടാൽ ആ ക്യാരക്ടറിന് ആപ്റ്റ് ആയി എന്ന് പറയുന്ന പോലെ ഞാൻ വന്നത് തന്നെ കാണാൻ വേണ്ടിട്ടാ. അപ്പോൾ നമ്മളൊരു ബ്ലൗസും ലുങ്കിയൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുന്ന് അഭിനയിക്കാൻ നിൽക്കുമ്പോൾ ഈ ജയൻ ചേർത്തല, ഇതേ ജയൻ ചേർത്തലയാണ് എന്നോട് പറഞ്ഞത്. ആ ഒരു പരാമർശം ഉണ്ടായപ്പോൾ അത് ആ അഭിനയിക്കാൻ വന്ന കുട്ടിക്ക് ഒരു ചെറിയ പേടി ഉണ്ടായി. അതിൽ ഞാൻ ആ കുട്ടിയെ കുറ്റം പറയും. ഈ കലവറ നമുക്കൊരു മണിയറയാക്കാം. എനിക്കിതൊക്കെ ഒരു ത്രില്ലായിട്ടാ തോന്നുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു തമാശയൊക്കെ വേണ്ടേ? പക്ഷെ അത് ഒരു ചാനലിലിരുന്ന് പറഞ്ഞപ്പോൾ അതും ഒരു പീഡന ശ്രമമായിട്ട് ക്ലാസ്സിൽ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു വിഷമം. തനിക്കിതൊക്കെ നിർത്തിട്ട് മാനമര്യാദ ജീവിച്ചു. ഞാൻ പോട്ടെ.